ഫവാസെ, കഴിഞ്ഞ ദിവസം ടി.പി. ചന്ദ്രശേഖരനുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത പുറത്തുവിടുകയുണ്ടായി. പക്ഷേ ഒരുപാട് വ്യാജ വാർത്തകളുടെ പേരിൽ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ തന്നെയാണ്. മാധ്യമധർമ്മം എവിടേക്കോ മറന്നു പോകുന്ന ഒരു ചാനൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേയൊക്കെ പറഞ്ഞു, ഒരുപാട് വിഷയങ്ങളിൽ എക്സ്ക്ലൂസീവായിട്ട് പെട്ടെന്ന് സാധനങ്ങൾ പുറത്തുവിടുക, അതിൻ്റെ ആധികാരികത പരിശോധിക്കാനുള്ളൊരു സമയം അവർ കൊടുക്കുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനെ ശരിക്കും കെ രമ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ രണ്ടുപേരും കൂടി ചേർത്തങ്ങ് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിലെ റോഷിപാൽ ബ്രേക്കിംഗ് എക്സ്ക്ലൂസീവായിട്ട് പുറത്തുവിട്ടൊരു ന്യൂസ് എന്ന് പറയുന്നത്, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കെ രമ ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയെ കണ്ടു എന്നായിരുന്നു. അങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ ഒരു ചാനൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ വെച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ജനങ്ങളിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യാണ്. നമ്മൾ എല്ലാവരും അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇത്രയും പച്ചക്കള്ളം ഒരു ചാനൽ വിളിച്ച് പറയും എന്നാരും നമ്മൾ വിചാരിക്കില്ല. പക്ഷെ അവരത് പറഞ്ഞപ്പോൾ തന്നെ 24 ചാനലിൽ ശ്രീകണ്ഠൻ നായർ ലൈവായിട്ട് കെ രമയെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ടി.പിയുടെ ഒരു പേര് പറഞ്ഞുകൊണ്ട് ന്യൂസ് വാല്യൂ കൂട്ടാനുള്ള ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായിരുന്നു അതെന്ന് മനസ്സിലാകുമ്പോൾ ഒരു വിഷമം കുറച്ച് അധികമാണ്. അവർ കെ രമ അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ട് പോലുമില്ല. ഈ ഒരു വിഷയത്തിൽ നീതി കിട്ടി അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. നീതി കിട്ടി പൂർണ്ണമായിട്ടും തൃപ്തിയാണെന്ന് പറയാനില്ല. പക്ഷെ ഇപ്പോൾ ഈ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്തതുപോലെ പുനരന്വേഷണം ആവശ്യപ്പെട്ടിട്ട് ഞാൻ ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിലും, അതായത് പാർട്ടിക്കുള്ളിലും അങ്ങനത്തെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ പോലും നടക്കാത്തൊരു ചർച്ച റിപ്പോർട്ടർ TV ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വിടുമ്പോൾ അത് എന്ത് തരം മാധ്യമധർമ്മമാണ്? നമ്മൾ പറയാറില്ലേ, മീഡിയാസിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അക്കൗണ്ടബിലിറ്റി, ട്രസ്റ്റ്, പിന്നെ വാലിഡിറ്റി, അതേപോലെ സോഴ്സിന്റെ സ്വകാര്യ, പിന്നെ അതിന്റെ ഫോഴ്സ് എത്രത്തോളം എന്താ പറയുക നിഷ്പക്ഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇമ്മീഡിയസി എന്ന് പറഞ്ഞ സാധനം, അതും ഈ പറഞ്ഞ പോലെ ജേർണലിസത്തിൽ കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ജേർണലിസം പഠിക്കുമ്പോൾ അതിൽ പറയുന്ന സാധനമാണ്, വാർത്തകൾ എപ്പോഴും ഇമ്മീഡിയസി ആയിരിക്കണം, ഫാസ്റ്റ് ആയിരിക്കണം, ഉള്ള സാധനം പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു സാധനം അവർ ഇടും. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ഇതിൻ്റെ യഥാർത്ഥ ന്യൂസ് എന്താണെന്ന് ഫുള്ള് കേൾക്കാൻ വേണ്ടി യൂട്യൂബിൽ കയറും, അല്ലെങ്കിൽ ചാനലിൽ ഇട്ട് നോക്കും. അപ്പം അങ്ങനെ അവർക്ക് ഇത് റീച്ച് കൂട്ടുന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന് വേണ്ടിങ്ങാണ്ട് എന്താ പറയുക, ആ ചാനൽ അതിൻ്റെ സർവ്വധർമ്മങ്ങളും മറന്നുകൊണ്ട്, അതിൻ്റെ മൂല്യങ്ങൾ, മൊറാലിറ്റി മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മഞ്ഞപ്പത്രം ചെയ്യുന്ന തരത്തിലോട്ട് പോകുന്നത്. അപ്പം എനിക്ക് മറ്റൊരു കാര്യത്തിൽ ചിന്തിക്കാനുള്ളത്, റിപ്പോർട്ടർ, ഞാനൊരു റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ അവരാണ് അതിൻ്റെ സോഴ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് അവിടുന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്ന റിപ്പോർട്ടാണത്. അപ്പം അത് എന്നെ അടിസ്ഥാനമാക്കിയിട്ട്, അപ്പം ഇത്തരത്തിൽ എവിടെ പോയിട്ടാണ് ഇയാൾ ഇത് എടുത്തതെന്നുള്ളത് അറിയില്ല. ഒന്നല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ പോലെ കെ രമനെ പോയി കാണണം, അല്ലെങ്കിൽ RMPയുടെ പിന്നെ ഓഫീസിൽ പോയിട്ട് അവിടെ പോയിട്ട് ആൾക്കാരോട് അന്വേഷിക്കണം. ഇതൊന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ പിന്നെ അവരെ പറയണം, എന്താ പറയുക, പിന്നെ ഇതിന് വിശ്വസ്തത ഇല്ല, പക്ഷെ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ചർച്ച നടക്കുന്നുണ്ട്, ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ UDF സർക്കാർ നിൽക്കുന്ന ഏറ്റവും വലിയൊരു മൊമെന്റ് ആണ് ഈ സാധനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യൂസ് കൊടുക്കാം. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാനൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്ന ഒരു ചാനൽ ഇപ്പം പെട്ടെന്നുണ്ടായ ഹൈപ്പാണ് ആ ചാനൽ. ബാക്കി മാധ്യമങ്ങളെ അപേക്ഷിച്ച് ഇത്രയും കാലം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി പെട്ടെന്ന്, കാരണം 3 പാർട്ടിക്കാരെ ഒരേ സമയം കൊണ്ടുവെക്കുന്നു, അവരവരുടെ ഐഡിയോളജി പറയുന്നു, ഡിബേറ്റ് ആവുന്നു, ചർച്ചയാവുന്നു, വലിയ തല്ലിലോട്ട് പോകുന്നു. അപ്പം അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ആൾക്കാരെ കൊണ്ട് എന്താ പറയാ മൊബൈലൈസ് ചെയ്ത ആൾക്കാർ, കൂടുതൽ ആൾക്കാർ കാണുന്നു എന്നുള്ളൊരു പ്രക്രിയയാണ് ചാനൽ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ അതിന്റെ എല്ലാ മൂല്യങ്ങളും അതിന്റെ സർവ്വ വാല്യൂസും കുളിച്ച് കളഞ്ഞ് ഇത്ര മഞ്ഞപ്പത്രത്തിന്റെ ഒരു സാധനത്തിലോട്ട് പോകുമ്പോൾ എന്താ പറയാ, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ ഖേദമുണ്ട്. ഉറപ്പായിട്ടും ഇതിപ്പോൾ ഒഞ്ചിയത്ത് ആ ഒരു രക്തം പൊടിയുന്ന ഓർമ്മകളെ പോലും ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ട് ഒരു വ്യാജവാർത്തയായിട്ട് പുറത്തേക്ക് വിടുമ്പോൾ കെ രമയെ പോലെ അവർ പറയുന്നുണ്ട് ഇത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, അതിൽ പിന്നെ പുനരന്വേഷണത്തിന്റെ ആവശ്യം, അവർ പറയുന്നത് പോലെ തന്നെ ഇതിൽ പൂർണ്ണ തൃപ്തിയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, നീതി കിട്ടി എന്ന് പറയാനും പറ്റില്ല. എന്നുവെച്ചാൽ അതിലെ പ്രതികൾ ഉൾപ്പെടെ ഇടയ്ക്ക് പുറത്ത് വരിക, അകത്ത് പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പൂർണ്ണ തൃപ്തി ഒരിക്കലും ആകാൻ പറ്റില്ലേ അവർക്ക്. പക്ഷെ അവർ പുനരന്വേഷണത്തിന് വേണ്ടി ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ടു എന്ന രീതിയിലൊക്കെ അതും ഒരു ചാനൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജനങ്ങളെ ഫുള്ളാക്കുന്നതിനപ്പുറത്തേക്ക് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വികാരത്തെ കെ രമയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുമ്പോൾ
അത് ഒരു ആളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത കൂടിയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ അതിര് കടക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദീപ ജോസഫിൻ്റെ കാര്യത്തിൽ വന്നപ്പോഴാണെങ്കിലും ദീപ ജോസഫ് അതിനകത്ത് പറയുന്നത് അവർക്കെതിരെ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ കൂടെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ അധിക്ഷേപം ഉണ്ടായി അല്ലെങ്കിൽ തട്ടിമാറ്റാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ദീപ ജോസഫ് അവിടെ പറയുന്ന ഒരു വാചകം വളരെ കുറച്ചും കൂടി റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർ പറയുന്നതെന്ന് വെച്ചാൽ, റിപ്പോർട്ടർ ചാനലിനോടും കൈരളിയോടും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് ബൈറ്റ് തരാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല, റിപ്പോർട്ടർ മാറി നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടറിലെ പ്രവർത്തകനായിട്ടുള്ള റിപ്പോർട്ടർ പറയുന്നുണ്ട്, ഞങ്ങളോട് ഞങ്ങൾക്ക് മാത്രം വിലക്ക് ഏർപ്പെടുത്താൻ നിങ്ങൾ ആരാണ്, നിങ്ങൾ വേറൊരു അഭിഭാഷകയാണ്, ഞങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താനുള്ളത് നിങ്ങൾക്കില്ല, പക്ഷേ നിങ്ങൾ ഞങ്ങളോട് പറയില്ല എന്ന് വെച്ചാൽ വേറെ ആരോടാ പിന്നെ നിങ്ങൾ പറയാൻ പോണേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് ഉറപ്പായിട്ടും ഈ പറയുന്നത് പോലെ റിപ്പോർട്ടർ ചാനലിനോട് മാറി നിൽക്കുക എന്ന് ദീപ ജോസഫ് മാത്രമല്ല പലരും റിപ്പോർട്ടറിന് മാധ്യമങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, വി ഡി സതീശൻ ഉൾപ്പെടെ, നിങ്ങൾ റിപ്പോർട്ടർ അല്ലേ മാറി നിൽക്കുക എന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ചാനലിൻ്റെ അധപതനം തന്നെയാണ്. ഇപ്പോൾ ദീപ ജോസഫിനെ എത്ര രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിച്ചാലും അവർക്കെതിരെയും ഇവർ കൊടുത്തത് ഒരു വ്യാജ വാർത്താ സൃഷ്ടി തന്നെയായിരുന്നു. അവർ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ചെന്നു അങ്ങനെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇവർ പറയുന്നത് കേരള ഹൗസിൽ ചെന്നിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നയാള് അതിജീവിതയെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയെ അപമാനിച്ച രാഹുലിൻ്റെ വക്കീൽ വന്നു എന്നാണ് പറഞ്ഞത്. ഇതിൽ എവിടെയാണ് ഫാക്റ്റ് ഉള്ളത്? അപ്പം അത്തരത്തിലൊരു വാർത്ത, ഇപ്പം എന്നെപ്പറ്റി വാർത്ത കൊടുക്കരുത് എന്നെനിക്ക് പറയാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ അങ്ങനെ മോശം വാർത്ത ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫമേഷൻ കൊടുക്കാം. പക്ഷെ എനിക്ക് ഒരാളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കോലും തൂക്കി ചെല്ലുക എന്ന് പറയുന്ന ഒരു അധപ്പതനത്തിലേക്ക് റിപ്പോർട്ടേഴ്സ് പോകുന്നത്, ഞങ്ങൾക്ക് എന്തും ആരോടും ചോദിക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ചെല്ലുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പേഴ്സണൽ സ്പേസിൽ അവരുടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ടല്ല നിങ്ങൾ മാറി നിൽക്കുമെന്ന് പറഞ്ഞത്, അവർ കേരള ഹൗസ് പോലത്തെ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് റിപ്പോർട്ടർ ആ മാതിരി പരിപാടി കാണിക്കുന്നത്. അപ്പോൾ ഈ ധാർഷ്ട്യത്തിൻ്റെ അങ്ങേപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ വ്യാജവാർത്തകൾ കൊടുക്കുന്ന കെ രമ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇത്തരം വ്യാജവാർത്തകൾക്കെതിരെ കേസുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കേസ് ഒട്ടും ഇല്ലാത്ത ആൾക്കാരല്ല റിപ്പോർട്ടർ ചാനലുകാർ. അതിപ്പോൾ നമ്മൾക്കെതിരെയും ഒക്കെ കേസുകൾ, ഇപ്പോൾ ക്രൈമിന് കേസില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു വ്യാജ വാർത്ത ചെയ്തതിൻ്റെ പേരിൽ കേസ് വന്നിട്ടുള്ള ഒരു ചാനൽ എന്ന് പറയുന്ന ഒരു ഖ്യാതി കൂടി ഈ റിപ്പോർട്ടറിനുണ്ട്. ഒരുപാട് കേസുകളായില്ലേ ഇപ്പോൾ ഇങ്ങനെ ഇത്തരം ആരോപണങ്ങളായില്ലേ വരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തും വിളിച്ചു പറയാം എന്നുള്ള അവസ്ഥയിലേക്ക്, അത് ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് എക്സ്ക്ലൂസീവ് ഹെഡിങ്ങും കൊടുത്ത് പുറത്തേക്ക് വിടാം എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ കെ രമയെ പോലെ ഒരു MLAക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, അവർക്ക് നേരെ പോലും ആയുധം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം മാധ്യമ സ്വാതന്ത്ര്യം അതിര് കടക്കുന്ന ഈ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും കെ രമ നിയമപരമായിട്ട് തന്നെ റിപ്പോർട്ടറിനെതിരെ നീങ്ങണം എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർ ചെയ്യുന്നത് ഒരു രക്തസാക്ഷി ഉപയോഗിച്ചിട്ടാണ്. 52 വയസ്സുകാരൻ 51 വെട്ടുകെട്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ മരണപ്പെടുന്നത്. അപ്പം അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇമോഷണലി കടക്കുന്ന വളരെ വൈകാരികമായ കാര്യങ്ങൾ ഉണർത്തി വിടുക, അത് പടപ്പിച്ചു വിടുക, അതിനെ പൊലിപ്പിച്ചെടുക്കുക, ഈ സാധനങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ആർക്കും കിട്ടാത്ത എല്ലാ ന്യൂസും ആദ്യം അവരെ കയ്യിൽ നിന്ന് കിട്ടും. ഇപ്പം ഞാൻ ഇലക്ഷന് ഈ പറഞ്ഞ പോലെ ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് റിസൾട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പം ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിബു ബേബി ജോണ്ടി ഇവരൊക്കെ റിസൾട്ട് എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് അവരോട് ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പം ഇവർ റിപ്പോർട്ടർ ചാനൽ അപ്പോൾ പറയുന്നത് ഇത്ര ഇതിൽ മറ്റേ ബാലറ്റ് പേപ്പർ പൊട്ടിച്ചു, അപ്പം ഇത്ര ഇതിൽ മുമ്പിൽ നിൽക്കുന്നത് ഇവരാണ് എന്നുള്ളത്. അപ്പം അവർ ഞാനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല ബാലറ്റ് പേപ്പർ, എണ്ണലേ തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടർ കൊടുത്തു, അതേപോലെ ബിഗ് TV കൊടുത്തു, മറ്റേതൊക്കെ ചാനൽ കൊടുത്തു. ഏഷ്യാനെറ്റിനെ മാത്രമുള്ള ആ സമയത്തും ഞാൻ നോക്കിയപ്പോൾ കൊടുക്കാണ്ടിരുന്നുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി കാണുന്നത് ഈ സാധനമാണ്. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ള സാധനം വരുന്നുണ്ട്. അപ്പോൾ അതേവരെ എണ്ണാത്ത സാധനങ്ങൾ ഇവർ എണ്ണീന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത്തരത്തിൽ എന്താ പറയുക, ആദ്യം ഇവരെ പറഞ്ഞ ഇമ്മീഡിയസി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആർക്കും കിട്ടാത്ത സാധനം, ആരും കേൾക്കാത്ത സാധനം ആദ്യം പുറത്തു വിട്ടാൽ ഞങ്ങളായിരിക്കണം. അതിനെ പേരിൽ ഇത്തരത്തിൽ ആൾക്കാരെ എന്താ പറയുക കരിവാക്കുക എന്നുള്ള സാധനമാണ് റിപ്പോർട്ടർ TV ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചാനൽ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, അതിലുപരി ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ വ്യക്തിഹത്യ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിഹത്യ ചെയ്തതിൽ കിട്ടുന്ന ഒരു സാധനം എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമേ അല്ല.